ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട അരിയുടെയും ഉഴുന്നിൻ്റെയും അളവാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള 20 ഇഡ്ഡലിയാണ് നമ്മൾ ഈ അളവിൽ ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് പച്ചരി, 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് സാധാരണ നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് ഞാൻ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന അരിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അരി വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പൊന്നി അരി ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് ആവശ്യം ഇതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉഴുന്ന് ഞാൻ ബോളാണ് യൂസ് ചെയ്യുന്നത്. ബോൾ വെച്ച് ചെയ്യുമ്പോഴാണ് നന്നാവുന്നത്. അതുകൊണ്ട് ഉഴുന്ന് ബോൾ 1 ഗ്ലാസ്, 200 ml ഗ്ലാസ്സാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് മൂന്നും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്യണം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും കഴുകേണ്ടി വരും. ഇതിലുള്ള അഴുക്കൊക്കെ പോയതിന് ശേഷം വെള്ളം തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം അതിൽ തന്നെ ഒഴിച്ച് വെക്കണം. കാരണം നമ്മൾ വേറെ വെള്ളത്തിലല്ല അരയ്ക്കുക, ഇതേ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള അളവിൽ അരിയും ഉഴുന്നും ഇട്ടതിന് ശേഷം 4 മുതൽ 6 മണിക്കൂർ വരെയെങ്കിലും കുതിരാൻ വയ്ക്കുക. ഈ ഒരു രീതിയിൽ അരിയും ഉഴുന്നും ഇട്ടതിന് ശേഷം അരച്ചെടുത്താൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ലഭിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം.